BLO അനീഷ് ജോർജിന്റെ മരണത്തിന് പിന്നാലെ പ്രത്യക്ഷ സമരവുമായി ഉദ്യോഗസ്ഥരിന്ന് രംഗത്തെത്തി. സംസ്ഥാന വ്യാപകമായി BLOമാർ പ്രതിഷേധിച്ചു. അതിനിടെ മാനസിക ശാരീരിക സമ്മർദ്ദങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള BLOയുടെ വാട്സാപ്പ് സന്ദേശം പുറത്തുവന്നു. തങ്ങളെ ബലിയാടുകളാക്കുകയാണ്, കനത്ത സമ്മർദ്ദമാണെന്നും ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നും BLOമാർ പറയുന്നു. ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ 1 കിലോമീറ്റർ കണക്കിന് ഉള്ളിലേക്ക് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിണി കിടക്കുകയാണ്. പിന്നെ ഈ ഫുഡ് കൊണ്ടുപോയി പൊതിഞ്ഞ് വേറെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല. നമുക്ക് ഈ ടാർഗറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി വീടുകൾ മാക്സിമം കാണുമ്പോൾ കൊടുത്തു തീർക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കൊണ്ടുപോയ ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ വരികയാണ്. ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. ഞങ്ങൾ പെൺകുട്ടികളാണ്, ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഫിനോമിനയുണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ സസ്പെൻഷൻ, അച്ചടക്ക നടപടി ഇങ്ങനെയൊന്നും പേടിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അതിനിടെ കാസർഗോഡ് ബളാലിൽ ജോലിക്കിടെ BLO കുഴഞ്ഞു വീണു. മൈക്കയത്തെ അംഗനവാടി ടീച്ചർ ശ്രീജയാണ് ഇന്ന് രാവിലെ കുഴഞ്ഞു വീണത്. കുന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.